2025 ഒക്ടോബർ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സജ്ജരായിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നാം. കൃത്യമായിട്ട് ടൈം ഷെഡ്യൂളൊക്കെ നാം നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒക്ടോബറിലാണല്ലോ എക്സാം വരുന്നത്. വളരെ അടുത്തായിട്ടുണ്ട്. എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. TMA അസൈൻമെന്റ് എഴുതാനുള്ളതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവുക. എക്സാം ഫീ അടക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാം. ഫസ്റ്റ് ഞാൻ നമ്മുടെ സ്ക്രീന് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. നമ്മുടെ ഫസ്റ്റ് ബേസ് ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ബേസ് ഇംഗ്ലീഷ് ക്ലാസ് ജസ്റ്റ് ഒരു ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏകദേശം പുറത്തുനിന്ന് കുറെ മാർക്കുകൾ, ഒരു 50% അടുത്തൊക്കെ മാർക്കുകൾ നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ പുറത്ത് നിന്ന് വരും. ആ ഒരു ചാപ്റ്റേഴ്സുകളായിരുന്നു നമ്മുടെ ബേസ് ഇംഗ്ലീഷിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് WH ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. അതിന്റെ ടെൻസിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വാസ് വെയർ, അതിന്റെ എക്സാമ്പിൾസ്, അതുപോലെ ഡിഡ് നോട്ട്, ഈസ് നോട്ട്, ആർ നോട്ട് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മുടെ മറ്റ് സബ്ജക്ട് സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെയുള്ള ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതൊക്കെ അക്കൗണ്ടൻസി, ബിസിനസ്, ഇതൊക്കെ ഇത്തരം രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അതിന്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ബേസ് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ക്ലാസ് 3 ഇമ്പോർട്ടന്റ് ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതി വെച്ചിട്ട് തന്നെ അത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇനിയുള്ള വളരെ കുറഞ്ഞ ദിവസങ്ങൾ അത് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. പാരഗ്രാഫ് റൈറ്റിംഗ് ആൻഡ് അതുപോലെ 2 സെന്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിന്റെ പുറത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട മാർക്കുകൾക്ക് വരുന്ന അതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇംഗ്ലീഷ് ടെൻസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ അതാണ്. അതിന്റെ തൊട്ടു താഴെ ഇംഗ്ലീഷ് ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ സിലബസ് ഒക്കെ കഴിഞ്ഞ തവണ മാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ പുതിയ സിലബസിൽ ആണ് ജോയിൻ ചെയ്തത്. നിങ്ങൾ പഠിച്ചതൊക്കെ, നിങ്ങൾ അതിന് കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ ഈ പഠിച്ച സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, പുതിയതായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ആൻസർ എങ്ങനെ ചെയ്യാം, അത് ഇംഗ്ലീഷിന്റെ ആണ് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും മറ്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഇതേപോലെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ജസ്റ്റ് ഇംഗ്ലീഷ് മാത്രമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പോ അതായിരുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ് 3ന്റെ താഴെയുള്ള ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ തൊട്ട് താഴെ ഇംഗ്ലീഷ് ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 2 ഉണ്ടായിരുന്നു. ഇതില്
ക്ലാസ് 4 ഉണ്ട്. അത് 2022 ഒക്ടോബർ ബാച്ചിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലും ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ വരും എന്നുള്ള കൃത്യമായിട്ട് തന്നെ വീഡിയോ ആയിട്ട് തന്നെ ഓരോന്ന് 1 by 1 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. കൂടുതൽ സമയമുള്ള ആളുകൾ ക്ലാസ് 5 അതിന്റെ തൊട്ട് താഴെയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്തതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോസുകൾ ക്ലാസ് 5-ൽ 3 വീഡിയോ, ക്ലാസ് 4-ൽ 1 വീഡിയോ, അതുപോലെ ക്ലാസ് 3-ൽ 1 2 3 4 5 വീഡിയോ നമ്മൾ ഈ ക്ലാസ് 3-ൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻസും അതിന്റെ രീതിയും അതിനെ എങ്ങനെ ആൻസർ എഴുതണം, എത്ര മാർക്കിൽ എഴുതണം, എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള കൃത്യമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ബേസിക് ഇംഗ്ലീഷിൽ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും മോഡൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷിന്റെ ക്ലാസ് റൂമിലോട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മള് 22 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലി നമ്മൾ കവർ ചെയ്യേണ്ടത്. അതിൽ 6 ചാപ്റ്റർ 6, 7, 8, 9, 10, 12 ഈ ഒരു നമ്പറും അതുപോലെ അതിന്റെ പേരുള്ള ചാപ്റ്റേഴ്സുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കിയുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ നമുക്ക് അസൈൻമെന്റ് എഴുതാനുള്ള സമയമായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. ഇതിൽ കാണുന്ന 22 ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിന്റെ തൊട്ട് താഴെ 26A, 26B, 27A, 28A, 28B, AB എന്നൊക്കെ പറഞ്ഞിട്ട് A ആണെങ്കിൽ ഓപ്ഷണൽ മൊഡ്യൂൾ A ആണ്, B ആണെങ്കിൽ ഓപ്ഷണൽ മൊഡ്യൂൾ B ആണ്. ഈ ഓപ്ഷണൽ മൊഡ്യൂളുകൾ ഇപ്പൊ A നോക്കുകയാണെങ്കിൽ 26A, 27A, 28A, 29A 4 ചാപ്റ്റേഴ്സുകളാണ് വന്നിട്ടുള്ളത്. 26A, 27A, 28A, 29A. ഈ A എന്നുള്ളത് ഓപ്ഷണൽ മൊഡ്യൂൾ A ആണ്. അതായത് ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മാർക്കിന് കമ്പൾസറി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഓപ്ഷണൽ മൊഡ്യൂൾ. ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മുടെ ചാപ്റ്റേഴ്സുകളുടെ മൊഡ്യൂളുകളിൽപ്പെട്ട അവസാനത്തെ മൊഡ്യൂളാണ്. അത് A എന്നുണ്ടാവും, B എന്നുണ്ടാവും. ഓപ്ഷണൽ മൊഡ്യൂൾ A എന്നും ഓപ്ഷണൽ മൊഡ്യൂൾ B എന്നുണ്ടാവും. നമ്മൾ ഓപ്ഷണൽ മൊഡ്യൂൾ Aന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ആപ്പിലും മറ്റു ക്ലാസ്സുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നും കൂടി സിമ്പിൾ അതായത് കൊണ്ട് നമ്മൾ A എന്നുള്ള ഓപ്ഷണൽ മൊഡ്യൂൾ മാത്രം പഠിച്ചാൽ മതി. അത് തന്നെ ഈ ചാപ്റ്റേഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ 15 മാർക്ക് അതിനുള്ള ക്വസ്റ്റ്യൻസ് വരും. ബാക്കി നമ്മൾ 100 മാർക്കിൽ 33 മാർക്കാണ് നമുക്ക് പാസ്സാവാൻ വേണ്ടത്. ഈ 33 മാർക്കിൽ ഏകദേശം ഒരു 7 മാർക്ക് നമുക്ക് TMA അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ 20 മാർക്കിനാണ് TMA അസൈൻമെന്റ് വരുന്നത്. ഇതിലൊരു 7 മാർക്ക് എന്തായാലും നമുക്ക് കിട്ടും. ഒരു 15 മാർക്ക് സാധാരണ കിട്ടാറുണ്ട്. അതിലെന്തായാലും ഒരു 7 മാർക്ക് നമ്മുടെ ഈ മെയിൻ എക്സാം, പബ്ലിക് എക്സാം തിയറിയിലോട്ട് മാറ്റും. അപ്പൊ 33 മാർക്ക് ഉള്ളതിൽ നിങ്ങൾക്കൊരു 26, 27 മാർക്ക് വാങ്ങിയാൽ തന്നെ പാസ്സാവും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ 26, 27 മാർക്കുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കരുത്. കാരണം അത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും എല്ലാ ആൻസേഴ്സും എഴുതുമ്പോഴാണ് 26 മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾക്കൊരു മാക്സിമം ഒരു മിനിമം ഒരു 40-50 മാർക്കിനുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് ടിക്ക് ചെയ്യുക. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഒരു 50 മാർക്കുള്ളത് നിങ്ങൾ എക്സാം എഴുതും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു 30 മാർക്കുകളൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിന്റെ ടെക്സ്റ്റ് ബുക്കും അതിന്റെ MP3 ക്ലാസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു രൂപത്തിൽ തന്നെയാണ് മറ്റുള്ള സെക്കൻഡ് ലാംഗ്വേജുകളും അതുപോലെ മറ്റുള്ള സബ്ജക്റ്റുകളിലൊക്കെ ഉള്ളത്. ആ ഒരു രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി എടുത്ത ആളുകൾ നമ്മുടെ മൈ ക്യാമ്പസ് എന്നുള്ള സെപ്പറേറ്റ് ആപ്പ് വഴിയാണ് നിങ്ങൾക്കുള്ള ഫുൾ വീഡിയോ ക്ലാസ്സുകളാണ് അതിലുള്ളത്. അതിലും നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ പഠിക്കേണ്ട രീതി ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് റൂമിൽ ഫസ്റ്റ് വന്നിട്ട് ഇപ്പൊ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 60% നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ, പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സുകൾ, അതിന്റെ പേരും അതിന്റെ നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലെസൺ 1, ലെസൺ 2, ലെസൺ 4, ലെസൺ 7, ലെസൺ 9, ലെസൺ 12 ഇങ്ങനെ ഇതിലുള്ള പേരും അതിന്റെ നമ്പറുകളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് TMA അസൈൻമെന്റിലോട്ട് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ താഴെ വെയിറ്റേജ് ബൈ കണ്ടന്റ് ഏരിയ മാർക്സ് ഫോർ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കാണാം. അത് നമുക്ക് ഓരോ മൊഡ്യൂളിന്റെ അണ്ടറിലും ഇത്ര ചാപ്റ്ററുകൾ ഉണ്ട് എന്നുണ്ടല്ലോ. അതില്
ഓരോ മൊഡ്യൂളിലും എത്ര മാർക്ക് വീതം വരും. നമുക്ക് എല്ലാ മൊഡ്യൂളും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൂടുതൽ മാർക്കുകൾ വരുന്ന കുറഞ്ഞ ചാപ്റ്റേഴ്സിലുള്ള മൊഡ്യൂളുകൾ സെലക്ട് ചെയ്തിട്ട് പഠിക്കുക. അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഇപ്പൊ നമുക്ക് നോക്കുക, ഇതില് മൊഡ്യൂള് 1 സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, ആ ഒരു മൊഡ്യൂളില് ടോട്ടലി 4 മാർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ എത്ര ചാപ്റ്റർ ഉണ്ട് നമുക്ക് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കളറിന്റെ വേരിയേഷൻസ് ഓരോ മൊഡ്യൂളിന്റെ എണ്ണങ്ങളെ സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മൊഡ്യൂൾ 1 ഇത്ര ചാപ്റ്റർ, മൊഡ്യൂൾ 2 ഇത്ര ചാപ്റ്റർ എന്നിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്ര ചാപ്റ്ററുകളാണോ ഉള്ളത് ആ ഒരു ചാപ്റ്റർ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ മാർക്കും കൂടെ നോക്കുക. അപ്പൊ ഇതിൽ 1 4 മാർക്കേ ഉള്ളൂ, എന്നാൽ 2 മൊഡ്യൂളിൽ 10 മാർക്ക് വന്നിട്ടുണ്ട്. 3 8 മാർക്കിന്, അങ്ങനെ പോയി ഒരു 18 മാർക്കിന് വന്നിട്ടുണ്ട്. എവിടെ? ഏഴാമത്തെ മൊഡ്യൂളിൽ 18 മാർക്ക്. അതുപോലെ തന്നെ തൊട്ടു മുകളിൽ 6ാമത്തെ മൊഡ്യൂളിലും 18 മാർക്ക്. അപ്പൊ അതിലെത്ര ചാപ്റ്ററുകൾ ഉണ്ട് നോക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 4 ചാപ്റ്റർ ആണെങ്കിൽ ആ ഒരു 4 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ 18 മാർക്ക് ഉള്ളതായി. അങ്ങനെ നിങ്ങൾ കുറഞ്ഞ ചാപ്റ്റേഴ്സുകളുള്ള മൊഡ്യൂള്, കൂടുതൽ മാർക്കുകൾ വന്ന മൊഡ്യൂള് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതേപോലെ തന്നെ ബയോളജി നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ 60% ചാപ്റ്റേഴ്സുകൾ കാണാം. അതിന്റെ തൊട്ടുതായ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കാണ് കൊടുത്തിട്ടുള്ളത് അത് നോക്കാം. 3ാമത്തെ മൊഡ്യൂള് റീപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്റി എന്നുള്ളതിൽ 22 മാർക്കിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഓരോ മാർക്കും മൊഡ്യൂളുകളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. മാത്സിൻ്റെ ഉണ്ട്, ഓക്കെ, ഡാറ്റ എൻട്രി, ഓരോ സബ്ജക്റ്റിന് നിങ്ങൾ എടുത്ത സബ്ജക്റ്റുകൾ ഏതാണോ അതൊക്കെ നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് അതിന്റെ ഏതൊക്കെയാണോ ഓരോ മൊഡ്യൂളിനും മാർക്കുകൾ, ചാപ്റ്റേഴ്സുകൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ മൈ ക്യാമ്പസ് ആപ്പിൽ നിങ്ങൾ ക്ലാസ്സുകളായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നുള്ളത് ഈ ഒരു ആപ്പില്, ഈ ഒരു ക്ലാസ് റൂമിലാണ് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2024 ഏപ്രിൽ ക്വസ്റ്റ്യൻസുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് ഒരു രൂപം മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് റൂം ഓപ്പൺ ചെയ്താൽ മനസ്സിലാവും. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും നോക്കുക എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് നോക്കിയിട്ട് തൊട്ട് താഴെ നോക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ 2024 ഏപ്രിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഓൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് 22 ഏപ്രിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ നോക്കിയിട്ട് എങ്ങനെ ചാപ്റ്റേഴ്സുകളൊക്കെ അതിന്റെ ക്വസ്റ്റ്യൻസുകൾ വരുന്നു എന്നുള്ള ഏരിയാസുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ ടൈം ഷെഡ്യൂൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ അതിൽ ഫസ്റ്റ് +2 ഏപ്രിൽ ബാച്ച്, നമ്മൾ ഒക്ടോബർ ബാച്ചാണ്. +2 ഒക്ടോബർ ബാച്ച് ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് ഫെബ്രുവരി മന്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഫെബ്രുവരി മന്തിൽ തന്നെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സുകൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ 3.5 ചാപ്റ്റർ, 3.5 ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാസത്തെ ഇംഗ്ലീഷിന്റെ ചാപ്റ്റേഴ്സുകൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ബേസ് ഇംഗ്ലീഷും കൂടെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആകുമ്പോഴേക്ക് ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആയി. അതുപോലെ ഇതിപ്പോ മെയ് ആണല്ലോ, ഇനിയും ജൂണ്, ജൂലൈ 2 മാസം കൂടെ ഉണ്ട്. ഈ ഒരു 2 മാസം ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള 6 മന്തിൽ പെട്ടതാണ്. നിങ്ങൾ ഇനി ആരെങ്കിലും ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാണ്ടെങ്കിൽ ഈ ഒരു 2 മാസം കൂടുതൽ ചാപ്റ്റേഴ്സ്, ഈ ഒരു കാൽക്കുലേഷനെക്കാട്ടിലും കൂടുതൽ എടുത്തിട്ട് ആ ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാം. ഓഗസ്റ്റ് മന്തിലാണ് നമ്മുടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനും അതുപോലെ റിവിഷൻ ചെയ്യാനുമുള്ള ഒരു മന്ത് ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഓഗസ്റ്റ് മന്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മന്തിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ മോഡൽ എക്സാം നടത്തും. പബ്ലിക് എക്സാമിന്റെ മോഡൽ എക്സാം ഓൺലൈനായിട്ട് നടത്തും. ആ ഒരു എക്സാം, ഈ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അത് റിവിഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എക്സാം എങ്ങനെ വരും, എത്രത്തോളം എഴുതണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ശേഷം നിങ്ങൾ പബ്ലിക് എക്സാം ഒക്ടോബറിൽ വരുന്ന പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുകയും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റുകയും എക്സാം എത്രത്തോളം എഴുതാൻ
3 മണിക്കൂറാണ് നമ്മൾ സമയം ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ ഈ ക്വസ്റ്റ്യൻസുകളും അതിന്റെ ആൻസേഴ്സുകളൊക്കെ എങ്ങനെ എഴുതും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെയാണ് നമ്മൾ മോഡൽ എക്സാം ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കൃത്യമായിട്ട് ഓരോ ടൈമിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ക്ലാസ് റൂമുമായും അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറയണം. നമുക്ക് എക്സാം ഫീയും അതുപോലെ PMA അസൈൻമെന്റിന്റെ കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൽ ഡൗട്ടുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോ പ്രോബ്ലം. ഓക്കെ, ഇനി നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് ചോദിച്ചത് ക്ലിയർ വരുത്തണേ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാനുള്ളത് പറഞ്ഞോളൂ. ലൈവ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാത്തത് ആദ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം ആണെങ്കിൽ വേറെ എല്ലാവർക്കും പല ടൈം ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ഓക്കെ ഓക്കെ, ലാസ്റ്റ് ടൈമിൽ നമ്മൾ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. എക്സാമുമായി ബന്ധപ്പെട്ടും എക്സാം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് ടൈമിൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, അത് എക്സാമിന്റെ, അതെ, എക്സാമിന്റെ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞുള്ള ആപ്പിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ് കൃത്യമായിട്ട് നമ്മൾ അത് ഓരോരുത്തരും ഓരോ ടൈം ആയതുകൊണ്ട് കൃത്യമായിട്ട് അത് സക്സസ് ആവാത്തത് കൊണ്ടാണ് നമ്മളത് അതിൽ മാറ്റിയിട്ട് ആപ്പിൽ അത് ക്ലാസ്സുകൾ കയറ്റിയത്. കാരണം ആപ്പിലാവുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഫ്രീ ടൈം ആ ഒരു ടൈം അനുസരിച്ച് അതിലേക്ക് ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, നമ്മളെ ക്ലാസ് റൂമിലുള്ള നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആർക്കും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, ഇപ്പൊ ബേസ് ഇംഗ്ലീഷ് ആണെങ്കിലും അതിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ അതെ അതെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ആർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ഇനി നമ്മള് TMA അസൈൻമെന്റിന്റെ കാര്യങ്ങൾ പറയാണ്. TMA അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്നാണ്. അത് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് അറിയിക്കും അതിന്റെ ഡീറ്റെയിൽസുകൾ. നിങ്ങൾ A4 ഷീറ്റുകൾ വാങ്ങിയിട്ട് ഓരോ സബ്ജക്റ്റും അതിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ നെയിം, എൻറോൾമെന്റ് നമ്പർ, ID കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ID കാർഡ് കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? കിട്ടാത്തവരുണ്ടോ? ഓക്കെ ഓക്കെ, ID കാർഡ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ആപ്പ് വഴി നിങ്ങൾക്ക് ഹോം പേജിൽ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന്റെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ID കാർഡിൽ കാണും നിങ്ങളുടെ നെയിം, അതുപോലെ എൻറോൾമെന്റ് നമ്പർ. അതാണ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ പറഞ്ഞൊരു നമ്പർ ഉണ്ടാവും. ആ ഒരു നമ്പർ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എൻറോൾമെന്റ് നമ്പർ, അതുപോലെ സ്റ്റഡി സെന്റർ, സബ്ജക്റ്റിന്റെ കോഡ്, അതൊക്കെ അതിൽ കാണാം. അപ്പൊ അത് ഫസ്റ്റ് പേജിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് സെക്കൻഡ് പേജ് മുതൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും. ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കൃത്യമായിട്ട് ഗ്രൂപ്പിലൂടെ അറിയിക്കും, അയച്ചു തരും. ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ട് എഴുതാണ് വേണ്ടത്.